അപകടങ്ങൾ വിട്ടൊഴിയാത്ത ട്രെയിനായി കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് 7 വർഷത്തിനിടെ 2 തവണ പാളം തെറ്റി. കഴിഞ്ഞ വർഷം മാത്രം 2 തവണ തീവെപ്പുമുണ്ടായി. 3 പേർ മരിച്ചു. പാളം തെറ്റിയത് ഷണ്ടിങ്ങിനിടെയായതിനാലാണ് കഴിഞ്ഞ ദിവസം വലിയ അപകടം ഒഴിവായത്. കഷ്ടകാല എക്സ്പ്രസ് എന്ന് കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിനെ വിളിക്കാമോ എന്നാണ് സംശയം. തീവെപ്പും പാളം തെറ്റലുമായി അടുത്തിടെ ഇത്രയും തവണ അപകടവണ്ടിയായ ട്രെയിൻ വേറെയില്ലെന്ന് വേണം പറയാൻ. ലോക്കൽ പോലീസ് മുതൽ NIA വരെ തുടർച്ചയായി കയറിയിറങ്ങിയ വേറെ വണ്ടിയുണ്ടാകുമോ എന്നതും ഒരു ചോദ്യമാണ്. പുലർച്ചെ 5 മണിക്ക് കണ്ണൂർ വിടുന്ന ആലപ്പുഴ എക്സ്പ്രസ് നല്ല വാർത്തകളുടെ ട്രാക്കിലല്ല. കഴിഞ്ഞ ദിവസം പാളം തെറ്റിയതിന് സമാനമായി ഒരു അപകടമുണ്ടായത് 2016 ജൂലൈ 5-നാണ്. കണ്ണൂരിൽ നിന്ന് പുറപ്പെടാൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുന്നതിനിടെ എഞ്ചിൻ തോട്ടിലേക്ക് മറിഞ്ഞു. മഴ കാരണം ലോക്കോ പൈലറ്റ് സിഗ്നൽ കാണാത്തത് പിഴവായി. ഒരാൾക്ക് പരിക്കേറ്റു. എഞ്ചിൻ പിന്നീട് പൊളിച്ചുവിറ്റു. 2023 ഏപ്രിൽ 2 രാത്രി കേരളം ഞെട്ടിയ ട്രെയിൻ തീവെപ്പും ഇതേ വണ്ടിയിലായിരുന്നു. ആലപ്പുഴയിൽ നിന്നുള്ള മടക്കയാത്രയിൽ ഏലത്തൂരിൽ D1 കോച്ചിന് തീവച്ചു. പ്രതി ഷാറൂഖ് സേഫി. 3 മരണം, 9 പേർക്ക് പരിക്ക്. 2 മാസം തികഞ്ഞില്ല. ജൂൺ 1-ന് ഇതേ ട്രെയിനിൽ വീണ്ടും തീവെപ്പ്. കണ്ണൂരിൽ നിർത്തിയിട്ട ട്രെയിനിന് തീവച്ചത് കൊൽക്കത്ത സ്വദേശി പ്രസോൺജിത്ത്. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ. ഒരു കോച്ച് പൂർണ്ണമായും കത്തി. ഇപ്പോഴിതാ വീണ്ടും പാളം തെറ്റൽ. ഷണ്ടിങ്ങിനിടെ തെന്നിമാറിയത് 2 കോച്ചുകൾ. അറിഞ്ഞും അറിയാതെയും റെയിൽവേക്ക് എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഒരു തലവേദന എക്സ്പ്രസ് ആയി മാറുന്നുവെന്ന് വേണം പറയാൻ. ഫസ്റ്റ് വൺ ന്യൂസ്, കണ്ണൂർ. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, ഓപ്പോസിറ്റ് മാഗ്നം മാൾ, മെയിൻ റോഡ്, പയ്യന്നൂർ. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, ഏറ്റവും നല്ലത്.